എൻ്റെ അമ്മ മരിച്ച് 3-ാമത്തെ ദിവസമാണ് വാനെ കൊന്നിട്ടത്. മൂന്നാമത്തെ ദിവസമാണ് കൊന്നിട്ട്. 2 ദിവസം കഴിഞ്ഞാലല്ലേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. എന്താ അതിൻ്റെ ഒരു ദുഃഖം. റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് വനക്ക് എടുക്കലും. റെയിൽവേ സ്റ്റേഷനിലാണ് വനക്ക്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ കിടക്കിയിലൊന്നും അവൻ കൊടുക്കില്ല, നേരത്തെ കൊടുക്കുള്ളൂ. എത്ര ഇടങ്ങാറായിട്ടുണ്ടാവും എൻ്റെ കുട്ടി. അത് എല്ലാം കൂടി വന്നുങ്ങാണ്ട് എത്ര ജനം വന്നുങ്ങാണ്ട് എൻ്റെ കുട്ടീനെ കൊന്നത്. എൻ്റെ കുട്ടി പോയിട്ടില്ല, മരിച്ചിട്ടില്ല. നേരില്ല മനസ്സിൽ എൻ്റെ കുട്ടീനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അവന് നാട് വിട്ട് കണ്ട് ജോലി ചെയ്യണം എന്നാണ് അവൻ്റെ ഒരു മനസ്സ്. എവിടെ വറച്ചൊരു നിൽക്കാത്തവർ പിന്നെ ഒരു മനസ്സാണ് അവനക്ക്. പോണ്ടാന്ന് പറഞ്ഞാലും അവന് മുണ്ടാതെ അത് ഇറങ്ങി പോവലാണ്. ഞാൻ ബേജാറായി ഇരിക്കും കുറേ ദിവസത്തിന്. പിന്നെ അതൊരു കുറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങോട്ട് വരും. എൻ്റെ അമ്മ മരിച്ച് 3-ാമത്തെ ദിവസമാണ് വാനെ കൊന്നിട്ടതുണ്ട്. എൻ്റെ അമ്മ മരിച്ച ദുഃഖത്തിൽ ഞാൻ ഇരിക്കുന്ന അടിയിൽ കൂടെയാണ് എൻ്റെ കുട്ടീനെ കൊന്നിട്ടതുണ്ട്. 3-ാമത്തെ ദിവസമാണ് കൊന്നിട്ട്. 2 ദിവസം കഴിഞ്ഞാലല്ലേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. എന്താ അതിൻ്റെ ഒരു ദുഃഖം. അതിൻ്റെ അടുക്ക് എൻ്റെ അടുത്ത് വന്ന് കാണുവാൻ അയച്ച പൈസ ഒക്കെ എനിക്ക് കൊടുന്നേരും. അവനക്ക് പൈസക്കൊന്നും ആവശ്യമില്ല. അവനക്ക് ഞങ്ങളെ പിന്നെ പട്ടിണി കൊടുക്കുമെന്നുള്ള ഒരു പേടിയാണ്. പട്ടിണിയൊന്നും ഞങ്ങൾ കൊടുക്കൊന്നുമില്ല. ഇത് നല്ല ചേൽക്ക് പിന്നെ കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങൾ പിന്നെ ബുദ്ധിമുട്ടാവുമെന്നുള്ള ഒരു ബേജാറാണ് എനിക്ക് പറയുവാൻ. അങ്ങനെ പറഞ്ഞു അജി ആരോടൊന്നും പറയൊന്നും ചെയ്തിട്ട വാനിപ്പം എന്നെ എന്തേ ആരെയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരറിയാം. അജി ഒരു ഫോണും കൈക്ക പിടിച്ചൂല, ഒന്നും ചെയ്യൂല. പിന്നെ ഞാൻ ആരോടൊന്നും ഉണ്ടലില്ല. ഞാൻ എടുക്കുന്ന പണി എടുക്കുന്നല്ല. ഞാൻ ഒരാളോടൊന്നും പിന്നെ ഒരു വർത്താനം ഞാൻ പറയലില്ലല്ലോ. ഒന്നും പറയരുതിട്ടാ, ഞാൻ പറഞ്ഞു കൊടുക്കലാണ് എന്നും. എനിക്ക് എന്നും അവനോട് അതാ ഉപദേശിക്കാനുള്ളത്. ആരോടൊന്നും പറയരുതിട്ടാ. ഇജ് ഇങ്ങനെ ഇന്നെ വേദനിപ്പിച്ചല്ലാതെ ഇജ് പൈസ ഒക്കെ കൊടുന്ന് തരും. എനിക്ക് കുറേ ദിവസത്തിന് എന്നെ കുറ്റി ഉണ്ടാവില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഒരു വർക്ക് ഉറങ്ങിൻ്റെ ശേഷം ഈ കുട്ടി എവിടെ ആവാൻ വെച്ചിട്ട് ഞാൻ ബേജാറായി. എനിക്ക് ഉറക്കം വരില്ല. എത്ര കാലമായി, 10 കൊല്ലത്തോളം ആയി വാൻ ഇങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട്. വാൻ വരും, വന്ന് കാരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. എൻ്റെ അമ്മ മരിച്ചിട്ട് അറിഞ്ഞിട്ടില്ല. വാന് സുഖമില്ലാതായിട്ട് പിന്നെ 9-ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു മടി, ആളടിക്ക് വരാതെ. പിന്നെ അപ്പോൾ ഡോക്ടറെടുത്തൊക്കെ ഞങ്ങൾ ചികിത്സിച്ചേക്കണ്. അപ്പോൾ ചികിത്സിച്ചത് ഇതന്നെ വനക്കുള്ള ഇത് നാടിട്ട് പോവുക. അതാ വനക്കുള്ള രോഗം. അതാണ് ഡോക്ടർമാർ പറയും എനിക്ക് രോഗമൊന്നുമില്ല അറിയാം. അപ്പം നിങ്ങൾ പറയും റമദാൻ 2 ദിവസം അടുക്ക്. പിന്നെ എൻ്റെ മകളെ എടുത്തേക്ക് വയ്ക്കണം. പിന്നെ അവിടെ ഞങ്ങളെ വയ വീട്ടിലൊക്കെ അവൻ താമസിച്ചിട്ട് എടുത്തുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞ് എല്ലാ ഇതിലൊക്കെ ഇതേക്കണം. ചക്കിയൊക്കെ ഇട്ട് കാണ്ടൊക്കെ അവർക്കൊക്കെ കൊണ്ടു കൊടുത്തേക്കണ്. ഞങ്ങളെ പറമ്പിൽ നിന്ന് ചക്കിയും മാങ്ങയൊക്കെ ഇട്ട് കാണ്ടൊക്കെ കൊണ്ടു കൊടുത്തേക്കണ്. പിന്നെ അവരോടൊക്കെ ഞങ്ങൾ അയൽവാസികളോടൊക്കെ നല്ല വർത്താനമൊക്കെ പറഞ്ഞേക്കണ്. ഇസ്മായിൽ അറിവാനോടൊക്കെ നല്ല വർത്താനമൊക്കെ പറഞ്ഞേക്കുന്നത്, സംസാരിച്ചൊക്കെ ചെയ്തേക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് വനക്ക് എടുക്കലും. റെയിൽവേ സ്റ്റേഷനിലാണ് വനക്ക്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ കിടക്കിയിലൊന്നും അവൻ കൊടുക്കില്ല, നേരത്തെ കൊടുക്കുള്ളൂ. കൊണ്ട് പിന്നെ പൈസ കുപ്പി വിറ്റുകാണ്ട് ഞാൻ കുറേ ദിവസം എൻ്റെ പോക്കറ്റിൽ ഇട്ട് നടക്കുന്ന ആരെയും കൊണ്ടുപോയിച്ചിട്ട് ഇത് കൊടുന്നു തരാൻ വേണ്ടി ഞാൻ വന്നാൽ അപ്പം തന്നെ പോവുകയാണ് പറഞ്ഞാണ്. അപ്പം തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പം എൻ്റെ പാൻറ്റും കുപ്പായക്കൊണ്ട് കഴിച്ചെട്ടിക്കാൻ ഞാൻ തിരുമ്പി അലക്കിയിടട്ടെ അറിഞ്ഞ് അത് ഞാൻ കഴിച്ചിടിപ്പിച്ച്. പിന്നെ അത് അലക്കിയിട്ട് അന്ന് അവിടെ രാത്രി അവിടെ നിന്ന് രാവിലെ ഒരു 6 മണി ആയപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ അറിഞ്ഞാണ്ട് പോവുകയും ചെയ്തു. ഞാൻ ഭക്ഷണം കഴിക്കി കൊടുത്തിട്ട് അങ്ങനെ വല്ലാതെ തിന്നിട്ടൊന്നുമില്ല. എനിക്ക് ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആരോടും ഉപദ്രവമൊന്നും പിന്നെ ചെയ്തു എൻ്റെ ഇതിൽ അവൻ അങ്ങനെ പോകുന്നല്ലാതെ ആരും ഒരു ഒന്നും പറയലില്ല. അത് പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എൻ്റെ മരുമകൾ വലിയ മകൻ്റെ ഭാര്യ ഞങ്ങൾക്ക് ചായയൊക്കെ അവൾ തന്ന് പായൊക്കെ പൊരിച്ചൊക്കെ തന്ന്. ഉമ്മാൻ്റെ 3 പൊരിച്ച് അത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഓളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ
ഇവരിങ്ങനെ അങ്ങ് സംസാരിക്കുന്നുണ്ടായി. ഞാനാണ് കരഞ്ഞിട്ട് എനിക്ക് ഇതൊന്നുമില്ല. ഉമ്മാൻ്റെ മരിച്ച് അതിൻ്റെ ദുഃഖം അതിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് കേട്ടത്. പിന്നെ അവർ കഴിച്ചില്ല. അവർ നേരാണ് വെളുപ്പിച്ചെന്നേ ഉള്ളൂ. മാൻപാന് എന്താ സംഭവിച്ചേക്കണ്, ഞങ്ങൾ മാൻപാന്നാണ് വിളിച്ചത്. മാൻപാക്ക് എന്താ സംഭവിച്ചേക്കണെന്നാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഒന്നും പറയാൻ പറയാറില്ല. എൻ്റെ കുട്ടി പോയിട്ടില്ല, മരിച്ചിട്ടില്ല. നേരെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ മരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഗവൺമെൻറ്റിൽ നിന്ന് നീതി കിട്ടണം. പിന്നെ പിടിച്ചോലെ നല്ല ശിക്ഷ കൊടുക്കും വേണം. അല്ല പിന്നെ വാന കാട്ടിയോൽക്കല്ല, വാന ഉപദ്രവിച്ചോൽക്കല്ല ശിക്ഷ കൊടുക്കണം. വാന പിന്നെ വാന കുപ്പി വെറുക്കാൻ പോയതല്ല, ഒന്നും ഇതായിട്ടില്ല. വാന വെള്ളം ദാഹിച്ചാൽ വെള്ളമായിട്ട് കുടിച്ചായിരിക്കും. അതിനെല്ലാം വലിയ കാട്ടിയുണ്ട്. ഞാൻ ആരോടൊന്നും ഉണ്ടല്ലോ, ഞാൻ എടുക്കണ പണി എടുക്കുക എന്നല്ല, ഞാൻ ആരോടൊന്നും പറയലില്ല എന്നാണ് വാനോട്. ഞാൻ എപ്പോഴും ഉപദേശിക്കൽ, ആരോടൊന്നും പറയരുത് കിട്ടാന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കല വാനോട്. ഇത് കണ്ണ് എവിടെയെങ്കിലും നാട്ടിലൊക്കെ പോയിങ്ങാണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാ അറിയാനാന്നൊക്കെ എപ്പോഴും ഞാൻ അതേനെ പറഞ്ഞു കൊടുക്കലുള്ളൂ. എനിക്ക് എപ്പോഴും ഞാൻ അവനെ ഉപദേശിക്കല. എന്ത് കാര്യത്തിന് പോലെ എൻ്റെ കുട്ടീനെ കാട്ടിയിട്ടുണ്ട്. ഇവരെ അടിയ കൊടുത്തുകാണ്ട് ഓൽക്ക് വിട്ടാ പോലെയെന്ന്. കുപ്പിവെള്ളം കുടിച്ചെങ്കിൽ പോലെ എന്തിനാ എൻ്റെ കുട്ടീനെ എന്തെങ്കിലും ഉപദ്രവിച്ചാൻ വയ്ക്കണം, എന്തിനാ പോലെ അങ്ങനെ കാട്ടിയത്. എൻ്റെ കുട്ടി ഇങ്ങനെ തിരിച്ചു വരും, എൻ്റെ കുട്ടി ഉണ്ടാവുക. എന്താ എൻ്റെ കുട്ടി പോയാലും എന്ത് നഷ്ടപരിഹാരം എനിക്ക് വേണ്ടത്? എൻ്റെ കുട്ടി ഇനി എന്താ നീതി കിട്ടുക? അല്ല പൈസ തന്നുങ്ങാണ്ട് എൻ്റെ കുട്ടിയാണ് പോയില്ലേ. എൻ്റെ കുട്ടീനൊക്കെ ഒന്നും കിട്ടിയില്ല പോലെ. ഓടുന്ന് പിന്നെ അതാണ് ഒരു വർക്ക് ഉറങ്ങിയ ദിവസം ഈ ചിന്തന ഓടുന്ന് പറഞ്ഞ് മരണം വരെയും ആ ഒരു ചിന്ത പോകുമോ? എത്ര ജോലി ഗവൺമെൻറ് എത്ര തന്നാലും എൻ്റെ കുട്ടി പോയില്ലേ. 10-26 വയസ്സായ കുട്ടീനെ അവിടെ കൊന്നു കിട്ടിയില്ലേ. എത്ര ഇടങ്ങാറായിട്ടുണ്ടാവും എൻ്റെ കുട്ടി. അത് എല്ലാം കൂടി വന്നുങ്ങാണ്ട് എത്ര ജനം വന്നുങ്ങാണ്ട് എൻ്റെ കുട്ടീനെ കൊന്നത് വിചാരിച്ചൂടാ.